ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്ലോടെക്. ഇപ്പോൾ ഞാനുള്ളത് കോയമ്പത്തൂർ കുഞ്ഞമ്പത്തൂരുള്ള മാച്ചാമ്പാളയം മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുഞ്ഞമ്പത്തൂരുള്ള ആൾക്കാരൊക്കെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർക്കറ്റിലേക്കാണ് വരുന്നത്. അതായത് ട്യൂസ്ഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. ട്യൂസ്ഡേ നൈറ്റിലൊക്കെയാണ് കൂടുതൽ ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ മാർക്കറ്റുള്ള സ്ഥലം മാച്ചാമ്പാളയം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിന് മാച്ചാമ്പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പം ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ പച്ചക്കറിയും പിന്നെ ഗ്രെയിൻസൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കപ്പ, പിന്നെ വറക്കുന്ന ടൈപ്പ് സാധനങ്ങൾ, നമ്മുടെ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് വറക്കുന്ന സാധനങ്ങൾ. ഈ വറക്കുന്നതിൽ കൂടുതൽ സാധനങ്ങളുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ്, പിന്നെ കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പൊതിയിലൊക്കെ ആയിട്ട്. ഇവിടെ കൂടുതൽ വിറ്റ് പോകുന്നത് കപ്പയാണ് ഈ കടയിൽ. ഇനി ഞാൻ കുറച്ചുകൂടി സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെ തക്കാളി വിൽക്കുന്ന ഒരു കടയുണ്ട്. ഈ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി എത്രത്തോളം ഉണ്ടെന്ന് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ ഒരു ബേസ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ തക്കാളികൾ നിരത്തി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഈ തക്കാളികളിനുള്ളിലേക്ക് പാത്രം ഇട്ടിട്ട് നൈസായിട്ട് അവിടെയുള്ള വെയിറ്റ് നോക്കുന്ന മെഷീനിൽ വെച്ചിട്ട് അളന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഇതുപോലൊരു നിലത്ത് മാറ്റൊക്കെ വിരിച്ച് നടത്തുന്നൊരു കടയിലേക്കാണ്. ഇവിടെ വന്നിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. കോളിഫ്ലവർ, ബ്രിഞ്ചാൾ തുടങ്ങിയ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാറ്ററി വയ്ക്കും. ആ ബാറ്ററിയിൽ നിന്ന് ഒരു വയർ ചുറ്റി വന്നിട്ട് ഒരു ബൾബിലേക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഇവർ സോളാർ പാനലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ വർക്ക് ചെയ്യുന്ന സോളാർ പാനൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാലത്തൊക്കെ ഇതിവിടെ വെച്ചിട്ട് പോവും. അപ്പോൾ ഇത് ചാർജ് ആവും. എന്നിട്ട് രാത്രി വന്നിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് ഇവരുടെ പരിപാടി. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ പച്ചക്കറികളുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് കുറേ കടകളുണ്ട്. ഇനി നമ്മൾ പച്ചക്കറികളുടെ കൂട്ടത്തിലേക്ക് തന്നെ പോകണം. ഈ ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു എത്രത്തോളം പച്ചക്കറികളുടെ ഇവിടെ നിന്ന്. ബ്രിഞ്ചാൾ, പിന്നെ കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ബ്രിഞ്ചാൾ, പിന്നെ സൈഡിലായിട്ട് പച്ചമുളക്, പിന്നെ ബീട്രൂട്ട്, അങ്ങനെ പിന്നെ വേറെ ടൈപ്പ് ഫ്രൂട്ടും കൂടി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് തന്നെ. ഇപ്പം ഇവിടെ ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വേറെ കടയിൽ വിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂസ്ഡേ വരാണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഞാനിവിടെ ട്യൂസ്ഡേയാണ് വന്നതുകൊണ്ട് നല്ല തിരക്കുണ്ട്. മൺഡേ തൊട്ട് തന്നെ ഇവരുടെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങും. ട്യൂസ്ഡേ ആകുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ ബിസിനസ് കിട്ടുന്നത്. ഇവിടെ ചേച്ചി കൂടുതലും ക്യാരറ്റ് വിൽക്കുന്നൊരു കടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ കടയിലും QR കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈസ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് പൈസയും കൊടുക്കാം. അഥവാ പൈസ ഇല്ല, മൊബൈലാണ് എടുത്തെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ കടകളിൽ QR കോഡ് സാധാരണ അധികം സ്ഥലത്തൊന്നും ലഭിക്കാറില്ല. പക്ഷേ ഇവിടെ എല്ലാവരും QR കോഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കാൻ വേണ്ടി QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിലേക്ക് വന്നപ്പോൾ ഒരു ചേട്ടൻ വലിയ കുറേ കൊട്ടകളിലായിട്ട് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കാണുന്ന കടകളിലൊക്കെ കൂടുതലും വെളുത്തുള്ളികളാണ് വിൽക്കുന്നത്. ഇവിടെ വെളുത്തുള്ളി മാത്രമല്ല വേറെയും കുറേ സാധനങ്ങളുണ്ട്. സൈഡിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. ചില ആൾക്കാർ ഒരു ടേബിൾ എടുത്തിട്ട് ചെയറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ സിമ്പിൾ വേ ഓഫ് ബിസിനസ് കാണിക്കാനായിട്ട് നിലത്ത് തന്നെ ഒരു മാറ്റ് വിരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും ഇതുപോലത്തെ ലൈറ്റ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില ആൾക്കാർ ടെൻറ്റ് പോലത്തെ ഒരു കൂടാരം പോലെ കെട്ടിയിട്ടും അതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്ര നേരം കണ്ടത് വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വീട്ടുൽപ്പന്നങ്ങൾ കാണാം. ഇവിടെ ഒരു കടയിൽ വന്ന് നോക്കുമ്പോൾ ഒരു ചേട്ടനോട് ചേറിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ ചേട്ടൻ്റെ മാച്ചിലായിട്ട് കുറേ പ്ലാസ്റ്റിക് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അരിപ്പ തുടങ്ങി ചകിരി വരെ ഇവിടെ ഉണ്ട്. പിന്നെ പാത്രം കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ നോർമലായിട്ട് അങ്ങനെ പാക്കേജോടെ വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഇവിടെ കുറേ ഉള്ളി, സബോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നാശമായ വെജിറ്റബിൾസൊക്കെ എടുത്ത് ഒരു ബാക്കിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതവർ വിൽപ്പനയ്ക്ക് വെക്കില്ല. ഇവിടെ മെയിനായിട്ട് ഈ മാർക്കറ്റിൽ വിറ്റ് പോകുന്നത് കൂടുതലും തക്കാളിയും വെളുത്തുള്ളിയാണ്. ഇപ്പം ഞാൻ സൈഡിലേക്ക് വന്നപ്പോൾ
ഇവിടെ ആയിട്ട് ഒരു ഉണക്കമീൻ അങ്ങനത്തെ ഫിഷുകളുടെ ഒരു സ്ഥലമുണ്ട്. ഇവരൊക്കെ ചിലവർ ലോറിയിലൊക്കെയാണ് ഈ മീനുകളൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് മീനുകളുണ്ട്. കൂടുതൽ നീളത്തിലുള്ള മീനുകളും പിന്നെ ഭയങ്കര ചെറിയ മീനുകളൊക്കെയാണ് ഉള്ളത്. ഇതിൽ ചില മീനുകളൊക്കെ കൂടുതലും ചമ്മന്തി ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മാന്തൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പം ഇവിടെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്നാക്സ് വിൽക്കുന്നൊരു കടയുണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. ഈ ഫ്രൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ നിരത്തി കാണിക്കുകയാണ്. നമുക്ക് അവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് മസ്മലം വരെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ചേട്ടൻ. ഇത് ചേട്ടൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോറി തിരിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ചേട്ടൻ്റെ ബിൽ കൗണ്ടറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ നെല്ലിക്ക വിൽക്കുന്ന കടകളും ഉണ്ട്. ഈ നെല്ലിക്ക വിൽക്കുന്ന കടകളിലൊക്കെ നല്ല ജനത്തിരക്കുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് വിറ്റ് പോകുന്നത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, നെല്ലിക്ക എന്നീ 4 സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കടകളിൽ എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ ഇതുപോലെ വറുക്കുന്ന ചെറിയ ടൈപ്പ് ഗ്രെയിൻസും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിലായിട്ട് കോൺ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു കടയിലും അധികം കണ്ടില്ലേ കോൺ. അപ്പം ഇവിടെ ഇതും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമല്ല, ഇവിടെ ടെക്സ്റ്റൈൽസും ഉണ്ട്. അതായത് ഇവിടെ തുണികൾ വിൽക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് തുണികളൊക്കെ കൊണ്ടുവന്ന ലോറിയും പിന്നെ ഈ ചേട്ടൻ ഇവിടെ തുണികളൊക്കെ വിൽക്കുന്നുണ്ട്. വേറെ തുണിക്കടയിൽ സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് കയറിൻ്റെ മുകളിലും തുണികൾ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു തേങ്ങ വിൽക്കുന്ന ഒരു കടയിലേക്കാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഇത് അധികം കിട്ടുമെങ്കിലും തമിഴ്നാട്ടിൽ ഇത് കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഈ ചേച്ചിയും ചേട്ടനും കൂടി തേങ്ങ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഇവരുടെ അടുത്ത് കുറേ തേങ്ങകൾ ഉണ്ടായിരുന്നു ആദ്യം തൊട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നാരുകളൊക്കെ അവിടെ വീണിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നാരുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അത്രയും സ്പീഡിലാണ് ഇവർ വിറ്റ് പോകുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഇതുപോലത്തെ വിൽപ്പന ഫ്രൂട്ട്സ് മാത്രമല്ല, ഇവിടെ കുക്കിങ്ങും ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഇതുപോലെ സാധനങ്ങളൊക്കെ വറുത്ത് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ചാക്ക് ബാക്കിലുണ്ട്. ഒരു സാധനം തീരാണെങ്കിൽ അത് അവരെടുത്ത് വിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞ കുക്കിങ്. ഇവിടെ ദോശ, മുട്ട പൊരിച്ച സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ വറുത്ത ഐറ്റംസാണ് കൂടുതലും വിൽക്കുന്നത്. കുക്കിങ്ങിനടുത്താണ് കൂടുതൽ ജനത്തിരക്കുള്ളത്. ഇവർ വീട്ടിൽ നിന്ന് മാവൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഇവിടെ സൈഡിൽ വെച്ചിട്ട് ആൾക്കാർ ഇരിക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് അങ്ങനെ വറുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലായിട്ട് ടോയ്സ് വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഞാൻ വേറൊരു കടയിലും കാണാത്ത സാധനം ഇവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് മഷ്റൂംസാണ് ഇവിടെ വിൽക്കുന്നത്. അതായത് മാർക്കറ്റിൽ വില കൂടുതലാക്കി വിൽക്കുന്ന സാധനങ്ങൾ ഈ ചേട്ടൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന് ഇവിടെ വില കുറച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മഷ്റൂംസും പിന്നെ ചെറിയ തിന്നായിട്ടുള്ള മഷ്റൂംസുമാണ് ഇവിടെ വിൽക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ കുക്കിംഗ് സ്റ്റോർസും കാണാൻ പറ്റും. ഇപ്പം ഞാൻ വേറെ കുക്കിംഗ് സ്റ്റോറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കായ ബജ്ജി, മുളക് ബജ്ജി അങ്ങനത്തെ തുടങ്ങിയ സാധനങ്ങളാണ് വിൽക്കുന്നത്. അത് മാത്രമല്ല ചില ആൾക്കാർ ഇവിടെ ബിരിയാണി വരെ വിൽക്കുന്നുണ്ട്. ഇവർ ഒരു വൈകുന്നേര സമയം നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ആൾക്കാർക്ക് കാണിക്കും. ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ വരെ കാണാമായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചേട്ടൻ കടുക് പിന്നെ കുറേ ഗ്രെയിൻസൊക്കെയാണ് വിൽക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചേച്ചി പെട്ടിക്കട പോലെയൊക്കെ ആക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് എണ്ണ പിന്നെ പൊടികൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഈ പൊടികളൊക്കെ ചേച്ചി വിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ബ്ലൂ പെട്ടികളുടെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പൊടികളൊക്കെ ഒരു വലിയ ജാറിനകത്ത് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ചേച്ചി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ ചോദിക്കുമ്പോൾ ബാക്കിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഈ ഫ്രണ്ടിലുള്ള പൊടികൾ തരുമ്പോൾ ബാക്കിൽ നിന്ന് എടുക്കും. അതുവരെ ഒരു കവറിലിട്ട് ഈ ഫ്രണ്ടിലുള്ള പൊടികൾ ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അളക്കാനായിട്ടുള്ള ഗ്രാംസും ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ചേട്ടൻ ഒരു ചെറിയൊരു കടയും തുടങ്ങിയിട്ടുണ്ട്.
ഈ ചേട്ടൻ വേറെ എന്താ മെയിനായിട്ട് വിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം പോലത്തെ ഒരു സാധനം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ എക്സിബിഷനൊക്കെ പോകുമ്പോഴാണ് അവർ കൂടുതൽ വിൽക്കുന്നത്. ഈ സാധനം ഒരു വെള്ള കളറുണ്ടാവും, അതിലിടാനുള്ള പൊടിയാണ് ഈ ചേട്ടൻ വിൽത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ബിരിയാണിക്കിടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഗ്രാമ്പൂ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ചില്ലി ഫ്ലാക്സ് വരെ ഇവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ പുളി അങ്ങനത്തെ സാധനങ്ങളാണ് വിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുക്കിംഗ് കുറേ ഉണ്ടെന്ന്. ഇവിടെ ആണെങ്കിൽ ഒരു ഉണ്ണിയപ്പ കട ഉണ്ട്. അത് ഒരു കട ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ആണെങ്കിൽ വേറെ കട സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഐറ്റംസ് ആണ്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പാണ് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ സൈഡിൽ മാവ് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ്ലി ചേച്ചി ഇതിനകത്ത് ഇട്ടിട്ട് റെഡിയായി വരുമ്പോൾ സൈഡിലുള്ള കാസറോളിലേക്ക് ഇടുന്നതാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ബാക്കിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കടകളിൽ മാല ബൾബ് ഇട്ടിട്ടുണ്ട്. ഈ മാല ബൾബൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഫെസ്റ്റിവൽ പോലെ തോന്നാനാണ്. ഈ തമിഴ്നാട്ടുകാർ ഇത് ഒരു മാർക്കറ്റിംഗ് സ്ഥലമായിട്ട് മാത്രമല്ല ഒരു ഫെസ്റ്റിവൽ പോലെയും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ മാല ബൾബൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യും ചെയ്തിരിക്കുന്നത്. ഇവിടെ വേറൊരു ചേട്ടൻ വന്നിട്ട് ഇവിടെ പൂക്കൾ വിൽക്കുന്നുണ്ട്. പോകും തോറും കുക്കിങ്ങിൻ്റെ കടകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം കാണുന്നത്. ഇവിടെ പെർഫ്യൂംസ് വിൽക്കുന്നുണ്ട്. ഈ പെർഫ്യൂംസ് കോസ്റ്റ്ലി ആയ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ ചേട്ടൻ വില കുറച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ റെഡ് കളർ ജാറിലുള്ള ഒരു വലിയ പെർഫ്യൂമും പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ഗ്രീൻ കളറുള്ള ജാറിലും ഒരു പെർഫ്യൂം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ കാണുന്നത് വലിയ വലിയ ടൈപ്പ് പെർഫ്യൂംസാണ്. ഇതൊക്കെ കിട്ടണമെങ്കിൽ വലിയ ഷോപ്പിംഗ് ചെയ്യാൻ നന്നായിട്ട് പോകണം. ഈ മാർക്കറ്റിൽ ഇത് വില കുറവിന് വിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ പെർഫ്യൂംസും വാങ്ങിക്കാം. അവിടെ സൈഡിൽ ചെറിയ പെർഫ്യൂംസ് അടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മണം കിട്ടാൻ വേണ്ടി അവർ പുകയ്ക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ കാണെങ്കിൽ കുറേ ഡ്രസ്സ് സാറിലൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സുകൾ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു അഴയിലിട്ടിട്ടുണ്ട്. ഇവിടെ ചേട്ടൻ സബോളയുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാക്കിയിട്ട് അതിനടുത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. മള്ളിയില ഒരു 10 രൂപ വയ്ക്കോ 10 രൂപ വയ്ക്കോ 10 രൂപ വയ്ക്കോ 10 രൂപ വയ്ക്കോ. നിങ്ങൾ ഈ തമിഴ്നാട് ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് വരണം. ഇവിടെ ആണെങ്കിൽ കുറേ നെല്ലിക്കകൾ ചെറിയ ചെറിയ പ്ലേറ്റുകളിലിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് നെല്ലിക്കയുടെ കൂട്ടത്തിൽ പ്ലേറ്റുകളിലാക്കി ഒതുക്കി വെച്ചത് മാത്രം. പിന്നെ ഇഞ്ചി അങ്ങനെ പല സാധനങ്ങളും ഇതുപോലെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി. ഓരോ പ്ലേറ്റിലും കിലോസും ഗ്രാംസൊക്കെ ആയിട്ടാണ് കറക്റ്റ് അളവിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വരുന്നവർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു മത്തങ്ങയാണ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് പകുതിയായിട്ട് ഇവർ തരും. മുറിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഫുള്ളായിട്ട് ഇവർ തരുന്നതാണ്. അതിൻ്റെ ബാക്കിലായിട്ട് ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന പെട്ടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാറ്റമ്പാളയം മാർക്കറ്റ് നടക്കുന്ന ഈ ഗ്രൗണ്ടിൻ്റെ ബാക്കിലായിട്ട് പോവുകയാണെങ്കിൽ അവിടെ റോഡൊക്കെ ഉണ്ട്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനേ പറ്റില്ല, അത്രയും കടകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ വീണ്ടും ഒരു മീൻ കട കണ്ടു. ഇവിടെ കൂടുതൽ ഉണങ്ങിയ മീനുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത്.
ഉണക്കമാന്തൽ, പിന്നെ ഉണങ്ങിയ മീനുകൾ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയുള്ള മീനുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്രാവും വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചേട്ടൻ പച്ച ഇല, നമ്മുടെ കഴിക്കാൻ പറ്റുന്ന ഇലകളുടെ കൂട്ടം തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ കറിവേപ്പില, മല്ലിയില തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ചീര, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ സൈഡിലായിട്ട് കുറേ ആൾക്കാരോടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ലോറി അവിടെ വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട്. ചെയ്യണോ വൈകിട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.